എടാ ഇപ്പൊ വർഷം 2009. ഞാനിപ്പോ താമസിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. ട്രേഡിംഗും ബിസിനസ് ഒക്കെ ചെയ്ത് ഞാനെന്ന് വലിയൊരു കോടീശ്വരനാണ്. എടാ എന്റെ ഇവിടുത്തെ ഡെയിലി റൂട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ആടുകളും പശുക്കളൊക്കെ ഉണ്ട്. ഐറ്റുകളെ കൂട്ടി രാവിലെ തന്നെ മേയാനാണ്. പിന്നെ ഒരു 10-10:30 ആകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് വീണ്ടും നമ്മൾ മുന്തിരിത്തോപ്പിലേക്ക് ഒന്ന് പോകും. അവിടെ കുറച്ചേരം കറങ്ങിയിട്ട് പിന്നെ ആപ്പിൾ തോട്ടത്തേക്ക് ഒന്ന് പോകും. പിന്നെ ക്യാരറ്റ് തോട്ടം, പിന്നെ കുറെ ഉണ്ട്, പറയുകയാണെങ്കിൽ തീരൂല. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വീണ്ടും സൈഡിൽ കൂടി ഒരു തോടൊക്കെയുണ്ട്. അവിടെ പോയിട്ട് ഒരു കുളി വാസാക്കും. പിന്നെ നമ്മളെ കൃഷിയും കന്നുകാലികളൊക്കെ നോക്കാൻ 10-50 ആൾക്കാരെ സെറ്റ് ആക്കിയിരിക്കണം. അതുകൊണ്ട് പിന്നെ വിഷയമില്ല. ചില ദിവസങ്ങൾ നമ്മളെ വീട്ടിൽ വിസിറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി ടൗണിലേക്ക് മിനി കൂപ്പർ എടുത്ത് പോകും. പിന്നെ ഞങ്ങൾക്ക് മൊത്തത്തിൽ 3 വീടാണുള്ളത്. ടൗണിലൊരു വീടുണ്ട്, പിന്നെ ഹിൽ ടോപ്പിലൊരു വീടുണ്ട്, പിന്നെ ഈ കാണേക്ക് അടുത്ത വീട്. ഹിൽ ടോപ്പിലെ വീട്ടിൽ നമ്മൾ വീക്കെൻഡിൽ ഒന്ന് പോയിട്ട് ചില്ലാവട്ടെ ഫാമിലിക്കായിട്ട്. പിന്നെ നമ്മൾ ജനിച്ച് വളർന്ന നാട് മറക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സ്വന്തം ഹെലികോപ്റ്റർ എടുത്തിട്ട് നേരെ കേരളത്തിലേക്ക് വിടും. നമ്മൾ യൂസുഫ് അലിഖാന്റെ വീട്ടിൽ ഒരു വീട്ടിൽ നിന്ന് ചായം കുടിച്ചിറങ്ങി എന്റെ പഴയ തറവാട്ടേക്ക് ഒന്ന് പോയിട്ട് ഞാൻ എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് എന്റെ തറവാട് ഞാൻ പൊന്നു പോലെ കൊണ്ടെടുക്കാറുണ്ട്. കാറിനോട് ക്രൈസ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കളിപ്പാട്ടങ്ങൾ വീടിന്റെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് ഞാൻ ഓരോ വരെ വരുമ്പോഴും കേരളത്തിൽ ഒരുപാട് ഫണ്ട് ഇറക്കിയിട്ട്